നല്ല സുഹൃത്തുക്കളെ, ഐ ടു ഐ അതിൻ്റെ ഡയറക്ടറോ അതിൻ്റെ ആങ്കറോ ആരായാലും മിസ്റ്റർ സുനിൽ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ താങ്കൾക്ക് നന്മയാണ്. അല്ലെങ്കിൽ ആശയം കൊണ്ട് തിരിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. കൈവെക്കാൻ നമുക്ക് അധികാരമില്ല. വായി തോന്നുന്നു എന്തും പറയാം എന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. പാണക്കാട് വീട്ടിലേക്ക് മാർ ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്ക് ചെന്നുകൂടാ എന്ന് പറയാൻ തീണ്ടൽ കൽപ്പിക്കുന്ന ആരിലുണ്ടോ? തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറയുന്ന കുമാരനാശാൻ പണ്ടെഴുതിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ താൻ വായിക്കണം കേട്ടോ. അത്യാവശ്യം വായിക്കുന്നത് തനിക്ക് നല്ലതാണ്, തൻ്റെ ബുദ്ധിക്ക് നല്ലതാണ്, ബുദ്ധിയുടെ അറിവിന് നല്ലതാണ്. പിന്നെ ക്ലീമീസ് പിതാവ് പാണക്കാട് വീട്ടിൽ പോയി എന്നതുകൊണ്ട് മതസൗഹാർദ്ദം മാത്രമായിരിക്കത്തില്ല, ചില വ്യക്തിബന്ധം കൂടെ ആയിരിക്കും. അതിന് തനിക്ക് എടുത്തിട്ട് ചവയ്ക്കാൻ വേണ്ടി ഒന്നുമില്ലേ? കുഞ്ഞു മോനെ, നിൻ്റെ തലയ്ക്ക് മാത്രമല്ല വിവരമുള്ളത്, തലയ്ക്ക് വിവരമുള്ളമാർ കുറേ ഉണ്ട് പുറത്ത്. ഇനി തനിക്ക് എൻ്റെ പേര് കണ്ടുപിടിച്ച് ഞാൻ പേര് പറഞ്ഞേക്കാം, എന്നെ എടുത്തിട്ട് അലക്കായിരിക്കും. അലക്കിക്കോ, കുഴപ്പമില്ല, സന്തോഷം. ആ സന്തോഷത്തിൽ ഞാൻ ബഹുമാനം സന്തോഷിക്കുന്നു. പക്ഷെ മലങ്കര കത്തോലിക്ക സഭയെ നീ തൊട്ട് കളിച്ച് തുടങ്ങിയാൽ നീ ചരിത്രം മനസ്സിലാക്കിക്കണം. 1653 ജനുവരി മാസം 3-ാം തീയതി മട്ടാഞ്ചേരി വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിനക്കറിയാമോ? അത് അറിയാമോ? കൂനംകുരിശ് സത്യം. നീ പഠിച്ചോ? അതിനു മുമ്പേ മലങ്കര കത്തോലിക്ക സഭ ഇവിടെ ഉണ്ട്. ആ മലങ്കര കത്തോലിക്ക സഭ ആ കാലഘട്ടത്തിൽ ചെറിയ വിഭജനം ഉണ്ടായി മാറിയിട്ടാണ് 1930 ജനുവരി മാസം 20-ാം തീയതി മാർ യോഹന്നാനോസ് പിതാവ് തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത്. ദാറ്റ് മീൻസ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ട് തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ. ചരിത്രമറിയാതെ നീ മാത്സ് വളരെ പോയത് അല്ലെങ്കിൽ ഈ ഏറ്റവും കുറഞ്ഞ കേരള ചരിത്ര വിതരമായിര് ഇതൊന്നും വായിക്കാതെ ചുമ്മാ വായി തോന്നി എന്നും പറയാമെന്ന് ചിന്തിക്കരുത് കേട്ടോ, മോശമാണ്. പിന്നെ തൻ്റെ ഭാഷാ സൗഹൃദം അല്ലെങ്കിൽ ഭാഷാ ചാതുര്യം എന്നുണ്ടെങ്കിലേ നോം ചോംസ്കിയെ വായിച്ചിട്ടുണ്ടോ? ഒന്നിടത്ത് വായിച്ചു നോക്ക്. താൻ പറഞ്ഞൊരു വാക്കുണ്ട്, കാലിൻ്റെ ഏതോ മധ്യത്തിൽ. ആരുക്കടെ സംസാരിക്കണേ? ആരുടെ സംസാരിക്കണേ? മലങ്കര കത്തോലിക്ക സഭയിൽ മേലധ്യക്ഷൻ്റെ മേലിൽ നീ കാലിൻ്റെ ഇടയ്ക്ക് എന്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത്? കാലിൻ്റെ മധ്യേ എന്നല്ലേ പറഞ്ഞേ? പൃഥുശൂന്യം എന്ന് പറഞ്ഞ അർത്ഥം പോലെ ഉള്ളൂ. പിന്നെ ഇനി എനിക്ക് മലങ്കര കത്തോലിക്ക സഭ സ്വന്തം സഭ തന്നെ. ഇനി ഇടക്കെട്ട് വിദ്യാഭ്യാസം കച്ചവടം. എടാ പൊന്നു മോനെ, നിങ്ങൾ ചോദിക്കട്ടെ, വിദ്യാഭ്യാസം കച്ചവടമാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഏറ്റവും വലിയ നിൽക്കുന്നവർ പറയട്ടെ. മാർ യോഹന്നാനോസ് കോളേജിൽ പഠിച്ച പിള്ളേരാണ് ഏറ്റവും ഇപ്പോൾ ടോപ്പ് ഇരിക്കുന്നത്. അത് മറ്റൊന്നിനെ ഞാൻ കുറച്ച് കാണുമല്ല, മറ്റൊരു സ്ഥാപനത്തെയും കുറച്ച് കാണുമല്ല. പക്ഷെ മാർ യോഹന്നാനോസ് കോളേജിനെ തനിക്ക് കുറച്ച് കാണിക്കാൻ സാധിക്കുമോ? വിദ്യാഭ്യാസ കച്ചവടം. എന്ത് വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്നത്? എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട് നിങ്ങളുടെ നിന്നൊക്കെ? ആവശ്യമില്ലാതെ അങ്ങനെ സംസാരിക്കുന്നതിന് തിരിച്ച് ഞാൻ മറുപടി തരും. അല്ലെങ്കിൽ നിൻ്റെ ചാനലിൽ എന്നെ വിളി, ഞാൻ സംസാരിക്കാം. എന്നിട്ട് രാഷ്ട്രീയ കച്ചവടം. എന്ത് രാഷ്ട്രീയ കച്ചവടം സാറേ പറ, കൃത്യമായിട്ട് പറയണം. രാഷ്ട്രീയ കച്ചവടം എന്താണെന്ന് പറയണം. പിന്നെ താൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആത്മീയ കുറുവാ സംഘം. ആത്മീയ കുറുവാ സംഘം അല്ലേ? എന്തോന്നുള്ള ആത്മീയ കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ നിൻ്റെ കാലിൻ്റെ ചവിട്ടി നിൽക്കുന്ന അടിയിലെ മണ്ണ് ചോർന്നു പോകാതിരിക്കണം. കാരണം എന്നറിയോ, കത്തോലിക്ക സഭയ്ക്കകത്ത്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കകത്ത് ആരെയും മോഷ്ടിച്ചുകൊണ്ടോ പോയിട്ടോ എടുത്തിട്ടൊന്നുമില്ല. മണ്ണ് ചോർന്നു പോയാൽ പോലും സ്വന്തം മണ്ണിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കത്തോലിക്ക സഭ. പിന്നെ മറ്റ് സഭക്കാരെയും ഞാനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ തൻ്റെ ഈ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, ഒരു ചാനൽ കയ്യിലുണ്ടെന്ന് വെച്ച് ആ ധാർഷ്ട്യം, ഇതിനെതിരെ ഇന്നലെ സുപ്രീം കോടതി വിധിയുണ്ട്. ആവശ്യമില്ലാതെ മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയാൻ പാടില്ല. വണ്ണം, നിറം അല്ലെങ്കിൽ വേഷം എന്ന് പറയാൻ പാടില്ല എന്നൊരു വിധി ഇന്നലെ വന്നായിരുന്നു. ഇയാൾ കേട്ടാ?
ഇയാൾ കേൾക്കണം, ഇയാൾ കേൾക്കണം. മേലിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ നീ സംസാരിച്ചാൽ നിനക്കുണ്ടാവുന്ന സംഭവം നിന്നെപ്പോലെ ചാനലുകൾ നമുക്കുണ്ട്. അത്ര നീ മനസ്സിലായിക്കോളൂ. കാരണം എന്തറിയോ, കത്തോലിക്ക സഭയ്ക്കെതിരെ എന്നല്ല, മനുഷ്യത്വമുള്ള ആർക്കെതിരെയും സത്യമല്ലാതെ സംസാരിച്ചാൽ പാണക്കാട് വീട്ടിൽ കയറാൻ എന്താടോ ഇവിടുത്തെ ക്ലീമിഷ് പിതാവിന് തടസ്സം? ഇവിടുത്തെ ക്ലീമിഷ് പിതാവിന് അത്യാവശ്യം പാണക്കാട് ഒരു വീട്ടിൽ കയറി സന്തോഷത്തോടെ ഒന്ന് കണ്ട് കേട്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ എറണാകുളം അങ്കമാലി രൂപതയിലെ ആളുകളെടുക്ക് പോയെന്ന് റഫർ കളിക്കാൻ വിസിൽ നീ നിന്നിട്ടുണ്ടോ? തനിക്കെന്തോടും ഇങ്ങനെയൊക്കെ പറയാനുള്ള വകുപ്പ്? അങ്കമാലി എറണാകുളം രൂപതയ്ക്കകത്തുള്ള വിഷയത്തിനകത്ത് അവർക്ക് മനയാൻ സാധിക്കും. ക്ലീമിഷ് പിതാവ് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ തീരുകയും ചെയ്യും. അതുകൊണ്ടല്ല അവിടെ പോയെ. മുനമ്പം എന്ന് പറയപ്പെടുന്ന ആ സംഭവത്തിൽ ചെറിയ വിഷയം ഉണ്ടായിട്ടാണ് പാണക്കാടിനെ പോയി കണ്ടത്. അത് ഒരു 100 രൂപയുടെ കേക്കോ 100 രൂപയുടെ കേക്കോ? നീ എന്തുകൂടെ എത്ര ആക്ഷേപിക്കുന്നത്? നിന്നോട് ചോദിക്കാൻ, തിരിച്ചു ചോദിക്കാൻ തലയുള്ളൊരുത്തനാണ് ഞാൻ, സംസാരിക്കാൻ ധൈര്യമുള്ളവനാണ് ഞാൻ. നീ എന്നെ വലിച്ചരച്ചൊട്ടിച്ചു, കുഴപ്പമില്ല, തിരിച്ച് എൻ്റെ കിട്ടിയിരിക്കും. അത് നിനക്ക് നിൻ്റെ തല വെച്ചോ. എൻ്റെ പേര് ജോൺസൺ കരൂർ എന്നാണ്. നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടും, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. നീ എന്നെ വലിച്ച് ഭിത്തി കൊട്ടിച്ചു, എനിക്ക് വിഷയമല്ല. പക്ഷേ തിരിച്ച് ഞാൻ തന്നിരിക്കും കേട്ടോ. ആവശ്യമില്ലാതെ പറയരുത്. ഞാൻ സുപ്രീം കോടതി പോയി കേസ് കൊടുക്കും നിനക്കെതിരെ. കാരണം എൻ്റെ മെത്രാന് ഇടക്കെട്ടും കെട്ടി ഇങ്ങനെ പോയി എന്നൊക്കെ പറയാൻ നിനക്ക് നിൻ്റെ നാവിന് പുളിപ്പില്ലേ സംസാരിക്കരുത് കേട്ടോ. എൻ്റെ മെത്രാനടാ, എൻ്റെ മെത്രാനാണത്, എൻ്റെ മെത്രാപ്പോലത്തെയാണ്. എൻ്റെ മെത്രാപ്പോലത്തേക്കെതിരെ നിനക്ക് ഇത്ര സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്ക്, നമുക്ക് കാണാം. നിൻ്റെ ഓഫീസിൽ നിന്ന് കാണാം. കൃത്യമായിട്ടാണ് പറഞ്ഞത്. പേര് ജോൺസൺ കരൂർ മാറിയിട്ടില്ല, ഇനി മാറത്തുമില്ല. ഞാനിപ്പം കൃത്യമായി പറഞ്ഞു കേട്ടോ. മലങ്കര കത്തോലിക്ക സഭയിൽ ആർക്കെങ്കിലും പ്രതികരിക്കാൻ ഭയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യം ഇതാണ്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിൻ്റെ ചാനലിന് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കണ്ട. നിൻ്റെ ഈ വാക്ക് ഇന്ന് അവസാനിപ്പിച്ചോ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരണം വരും. അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളും ഭൂമിയിൽ പുറത്തുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ജീവിക്കുന്നത് പൈസ കൊണ്ടല്ല, കൂതാശകൾ സ്വീകരിക്കുന്ന ഞങ്ങളൊക്കെ പുറത്തുണ്ട് കേട്ടാ. വേണ്ട കേട്ടാ, നിർത്തിക്കോളൂ. ഇത് നിൻ്റെ ചെവിയിലെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സുനിലേ, നിനക്കൊരു വാണിംഗ് ഉണ്ട്. അത് ഞാൻ വാണിംഗ് വിത്ത് എ വേർഡ് ഫ്രം കൊട്ടേഷൻസ് ഐ വിൽ സ്പീക്ക്. Don't try to blame anyone without any basic reason. You are seeing someone and you are speaking about someone. What is the base of that? പാണക്കാട് ഒരു കുടുംബത്തിലേക്ക് ഒരാൾ പോയി. അത് വെച്ച് താനത്തെ ഇത്രയും രാഷ്ട്രീയ അനാലിസിസ് അല്ല താൻ ചെയ്തത്. എന്താ പറയുക, അനാലിസിസ് അല്ല ഇത്. ഐസജേസിസോ എക്സോളജിയോ പഠിച്ചിട്ടുണ്ട് അയാൾ. പക്ഷേ താനീ ചെയ്തത് ഒരു വ്യക്തിക്കെതിരെ നിന്നയാണ്. ഇത് ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ഞാൻ പോയി കേസ് കൊടുക്കും. ക്ലീമിഷ് പിതാവിനെതിരെ നീ പറഞ്ഞ ഒറ്റ വാക്കിന്, നീ പറഞ്ഞ എല്ലാ വാക്കിനെതിരെയും എത്ര പൈസ പോയാലും നിനക്കെതിരെ കേസ് ഞാൻ സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലും. സെറ്റ് ബൈ ജോൺസൺ കരൂർ. 9447309807. കോൾ മീ.